വായനാ ദിന ക്വിസ് 2026. PN പണിക്കർ ആദ്യം ജോലി ചെയ്തിരുന്നത് എന്തായിട്ടായിരുന്നു? ഉത്തരം അധ്യാപകൻ. PN പണിക്കർ ജനിച്ച ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. കേരള ഗ്രന്ഥശാല സംഘം യുനെസ്കോ അവാർഡ് നേടിയ വർഷം ഏത്? ഉത്തരം 1975. ഗ്രന്ഥശാല എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ലൈബ്രറി. ദേശീയ വായനാ മാസമായി ആചരിക്കുന്നത് ഏത് മാസം? ഉത്തരം ജൂലൈ. മഹാരാഷ്ട്രയിൽ വായനാ ദിനം ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം അബ്ദുൾ കലാം. ഡിജിറ്റൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി PN പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പയിൻ? ഉത്തരം ഡിജിറ്റൽ റീഡിംഗ് മന്ത്. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ ഏത്? ഉത്തരം ഭാസ്കരമേനോൻ. ഭാസ്കരമേനോൻ രചിച്ചത് ആര്? ഉത്തരം അപ്പൻ തമ്പുരാൻ. നിലവിൽ കേരള ഗ്രന്ഥശാല സംഘം അറിയപ്പെടുന്ന പേര്? ഉത്തരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകികളാകുക എന്ന പ്രശസ്തമായ സന്ദേശം നൽകിയതാര്? ഉത്തരം PN പണിക്കർ. PN പണിക്കർ ഫൗണ്ടേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചതാര്? ഉത്തരം ലളിതാംബിക അന്തർജനം. വായനാ മാസാചരണം അവസാനിക്കുന്ന ജൂലൈ 18 ആരുടെ ജന്മദിനമാണ്? ഉത്തരം IV ദാസ്. ഒരു തെരുവിൻ്റെ കഥ എന്ന നോവൽ രചിച്ചതാര്? ഉത്തരം SK പൊറ്റക്കാട്. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യം: കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ രൂപം കൊണ്ടത് ഏത് വർഷം? ഉത്തരം 1977. രാമചരിതം രചിച്ചത് ആര്? ഉത്തരം എഴുത്തച്ഛൻ. കേരളത്തിൽ പൊതുജന വായനാശീലം വളർത്താൻ സഹായിച്ച പ്രസ്ഥാനം ഏത്? ഉത്തരം ലൈബ്രറി പ്രസ്ഥാനം. കേരളത്തിൽ വായനാ വാരം എത്ര ദിവസമാണ്? ഉത്തരം 7 ദിവസം. കേരളത്തിലെ ലൈബ്രറി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്ഥാപനം ഏത്? ഉത്തരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം അവകാശികൾ. കേരള ടാഗോർ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. മലയാളത്തിലെ ആദ്യ പത്രം? ഉത്തരം രാജ്യസമാചാരം. സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരി ആര്? ഉത്തരം ലീല നമ്പൂതിരിപ്പാട്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ജീവിതപാത. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം VV അയ്യപ്പൻ. കുറത്തി എന്ന കവിതയുടെ കർത്താവാര്? ഉത്തരം കടമ്മനിട്ട. ദാർശനിക കവി എന്നറിയപ്പെടുന്നത്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത്? ഉത്തരം പൂന്താനം നമ്പൂതിരി. സൂരി നമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ഇന്ദുലേഖ. കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ONV എഴുതിയ ദീർഘകാവ്യം? ഉത്തരം ഉജ്ജയിനി. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ചെറുശ്ശേരി. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് ആനുകാലികത്തിലായിരുന്നു? ഉത്തരം മിതവാദി.
വായിക്കപ്പെടുന്നത് എന്ന് അർത്ഥം വരുന്ന മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം? ആൻസർ കമൻറ്റ് ബിലോ. ഉത്തരം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.